തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഴി തടഞ്ഞ് CPM സമ്മേളനത്തിന്റെ സ്റ്റേജിന്റെ കാലുകൾ നാട്ടിയത് റോഡ് കുത്തിപ്പൊളിച്ചാണോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. റോഡ് കുത്തിപ്പൊളിച്ചുവെങ്കിൽ കേസ് വേറെയാണെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 16 നേതാക്കളാണ് വഞ്ചിയൂരിലെ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി SHO കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി കോടതിയുടെ ഈ റോഡ് കുത്തിപ്പൊളിച്ച് അവിടെ സ്റ്റേജിന് കാല് നാട്ടിയോ എന്ന് ചോദിച്ചു. ഈ കേസിന്റെ തുടർ നടപടികൾ അവസാനിച്ചു, അതോ അതിപ്പോഴും തുടരുകയാണോ? വിജയകുമാർ, നടപടികൾ അവസാനിച്ചു. മറ്റന്നാളത്തേക്ക് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ഇതിനിടെ DGPയും സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കോടതിയിൽ വെവ്വേറെയായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാരണം രണ്ടുപേരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. DGP പറഞ്ഞത് ആ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു, സർക്കുലർ ഇറക്കിയതാണ്, ഒരാൾക്കും ഇത്തരത്തിൽ പൊതുപരിപാടികൾ പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് നടത്താൻ അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കേസെടുത്തിട്ടുണ്ട് എന്ന് DGP ചൂണ്ടിക്കാട്ടി. ഒപ്പം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, വഞ്ചിയൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറഞ്ഞത് ഈ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള CPM സമ്മേളനത്തിൽ 16 നേതാക്കൾ പങ്കെടുത്തു എന്നാണ്. MV ഗോവിന്ദൻ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, V ജോയ്, VK പ്രശാന്ത് എന്നിവർ വേദിയിലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ കോടതി കേസെടുത്തപ്പോൾ അതിരൂക്ഷ വിമർശനമുണ്ടായി. വഞ്ചിയൂരിൽ റോഡടച്ചുള്ള CPIM ഏരിയ സമ്മേളനത്തിൽ സംഘാടകരും പങ്കെടുത്തവരും പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് കോടതി പറയുന്നത്. റോഡ് കുത്തിപ്പൊളിച്ചാണ് പൊതുസമ്മേളനത്തിന് കാൽനാട്ടിയതെങ്കിൽ അതിന് വേറെ കേസ് അത് ഉണ്ടാകും എന്നും കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞുള്ള ജോയിന്റ് കൗൺസിലിന്റെ സമരത്തിനെതിരെയും രൂക്ഷ വിമർശനം വന്നു. കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. റോഡ് കുത്തിപ്പൊളിച്ചിട്ടാണ് അവിടെ സ്റ്റേജിന് തൂണ് കാല് നാട്ടിയതെങ്കിൽ വേറെ കേസ് എന്ന മുന്നറിയിപ്പാണ് അപ്പോൾ ഹൈക്കോടതി വഞ്ചിയൂരെ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസം വീണ്ടും കോടതി വിശദമായി പരിഗണിക്കുന്നു.